വളരെ എൻ്റെ ഒരു സുഹൃത്തും ഞങ്ങൾ തമ്മിൽ ഏത് സമയത്തും വളരെ ബഹുമാനത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയും സംഗീതത്തെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് ഇപ്രാവശ്യത്തെ അവാർഡ്. അത് കഴിഞ്ഞ് അടുത്തത് 1961 ഞാൻ ഭരണി സ്റ്റുഡിയോയിൽ പാടുന്നതിന് മുൻപ് റിഹേഴ്സലൊക്കെ കഴിഞ്ഞു. റിഹേഴ്സൽ കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് മദ്രാസിൽ ചെന്നതിൻ്റെ കുഴപ്പം കൊണ്ടോ എന്തോന്നറിയില്ല, അസുഖം വന്ന് ഈ കുട്ടിയെ കൊണ്ട് പാടിച്ചാൽ ശരിയാകുമോ എന്നുള്ള സംശയം മ്യൂസിക് ഡയറക്ടർക്കും മറ്റ് ധനം നൽകുന്നവർക്കുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ KS ആൻ്റണിയുടെ ഒരൊറ്റ പിടികൊണ്ടാണ് എന്നെക്കൊണ്ട് ഒരു 4 വരിയെങ്കിലും പാടിച്ചിട്ട് നാട്ടിലേക്ക് പറഞ്ഞു വിടാം എന്ന് പറഞ്ഞത്. ഈ കാര്യം എന്നോട് KS ആൻ്റണി മരിക്കുന്നതിൻ്റെ ഒരു 5 വർഷം മുൻപ് പറഞ്ഞതാണ്. അതോടൊപ്പം വേറൊരു കാര്യം പറഞ്ഞു. ഈ ഇരിക്കുന്ന ശാന്ത ചേച്ചി, എനിക്കൊരുപാട് അതിൽ നിന്ന് പഠിക്കാൻ ഒത്തതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇനി വരുന്ന തലമുറ അത് പഠിച്ചിരിക്കണം. അതുകൊണ്ടും ഞാൻ ആദ്യമായിട്ട് പാടുമ്പോൾ മറ്റ് പ്രശസ്തരായ ഒരുപാട് ഗായകരുണ്ടായിരുന്നു, പെണ്ണുങ്ങളായിട്ടും ആണുങ്ങളായിട്ടും. പക്ഷേ എൻ്റെ കൂടെ ധൈര്യമായിട്ട് ഞാൻ ആ കുഞ്ഞിന് വേണ്ടി, ആ കുട്ടിക്ക് വേണ്ടി ഞാൻ കൂടെ പാടാമല്ലോ എന്ന് ഈ കാര്യവും എന്നോട് KS ആൻ്റണിയാണ് പറഞ്ഞത്. മറ്റുള്ളവരൊക്കെ കുറച്ച് മടിച്ചെങ്കിലും ശാന്താപ്പി നായരെന്നാണെന്ന് പറയുന്നത്. പക്ഷേ ശാന്ത ചേച്ചി എൻ്റെ കൂടെ പാടാമെന്ന് എന്നോടല്ല, ഞാൻ ആ കുട്ടിയുടെ കൂടെ ഞാൻ പാടിക്കൊള്ളാം എന്ന് പറഞ്ഞത് ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം ഒരു ഗായകൻ ഒരു പുതുതായിട്ട് വരുമ്പോൾ സാധാരണ ഒഴിഞ്ഞു മാറുകയല്ല വേണ്ടത്. അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മുതിർന്ന ഗായകർ, ഞാൻ അതിൽ നിന്ന് പഠിച്ചത് പറഞ്ഞത് മാത്രം. കാരണം ഞാൻ പുതുതായിട്ട് വരുന്ന എൻ്റെ കൂടെ ഗായകർ, അതായത് പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും വരുമ്പോൾ ചിലപ്പോൾ വളരെ തിരക്കിട്ട ഇതാണെങ്കിലും ഞാൻ അവിടെ നിന്ന് അവരുടെ കൂടെ നിന്ന് 10ഉം 15ഉം ടേക്കൊക്കെ പാടിയിട്ടുള്ളവനാണ്. കാരണം ഈ പാഠത്തിൽ നിന്ന്. കാരണം ഞാനൊരു ദിവസം ഇതുപോലെ പാടാൻ വന്നപ്പോൾ എല്ലാവരും ഒഴിഞ്ഞു മാറിയെങ്കിലും ഒരാൾ മാത്രം എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുപോലെ ആരെങ്കിലും ഒരാളുണ്ടായിരിക്കണം, എന്നാലേ പുതിയ തലമുറ മുന്നോട്ട് വരുള്ളൂ എന്നുള്ള വിശ്വാസം ഇന്നുമുണ്ട്, എന്നുമുണ്ട്.